ദിവസം നമ്മുടെ ഒ പിയിൽ ഒരു യങ് ആയിട്ടുള്ള ഒരു ഗേൾ വന്നിരുന്നു. ഒരു 24 വയസ്സുണ്ടാവും. സോ ആ കുട്ടി ഒരു ഡെർമറ്റോളജിസ്റ്റ് റെഫർ ചെയ്തിട്ട് വന്നതാണ്. കുട്ടിയുടെ മുഖത്ത് ഒരു വെയിലത്ത് പോയാലുള്ള റാഷസ് ഉണ്ട്, നല്ല ചുമന്ന റാഷസ് പോലെ. അത് മാറുന്നില്ല. ഫോട്ടോ സെൻസിറ്റീവ് ഈ നമ്മുടെ സൺസ്ക്രീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തേച്ചിട്ടും മാറുന്നില്ല. ഒരു തരം ഭയങ്കര പുകച്ചിലും കാര്യമൊക്കെ ആയിട്ട് ഡോക്ടർ മരുന്നിട്ടിട്ടും മാറുന്നില്ല. സോ ആ പേഷ്യൻ്റ് വന്നപ്പോൾ ഞാൻ വെറുതെ ചോദിക്കുകയുണ്ടായി, പേഷ്യൻറ്റിന് വേറെ സന്ധികളിൽ വേദനയോ വേറെ രോഗലക്ഷണങ്ങളുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ചോദിച്ചു. അപ്പോൾ സന്ധികൾക്ക് ചില സ്മോൾ ജോയിൻറ്റ്സ് ഓഫ് ദ ഹാൻഡിൽ, ചെറിയ ജോയിൻറ്റ്സ് ചെറിയ രീതിയിൽ വേദനയുണ്ട്. അത് രാവിലെ എണീക്കുമ്പം ചെറിയ പിടുത്തമുണ്ട്, മോർണിംഗ് സ്റ്റിഫ്നെസ് ഉണ്ട്. ഈ ഫോട്ടോ സെൻസിറ്റീവ് റാഷ് യൂഷ്വലി വെയിലത്ത് പോയാൽ അത് യൂഷ്വലി ഒരു ഫ്യൂ അവേഴ്സിൽ നിൽക്കണം. പക്ഷേ ഇത് കുറേ അവേഴ്സ് നിൽക്കുന്നു. സംടൈംസ് ഒരു ഹോൾ ഡേ ലാസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ റാഷസ് ബട്ടർഫ്ലൈ റാഷസ് എന്ന് പറയും. നമ്മൾ ചിലതരം വാദങ്ങളിൽ ലൂപ്പസ് എന്ന അസുഖത്തിൽ യൂഷ്വലി ഈ പറയുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. സോ യൂഷ്വലി അത് നമ്മുടെ ചീക്ക് ബോൺസിലേക്ക് ഉണ്ടാവും. ആൻഡ് ഇറ്റ് ക്യാൻ സ്പ്രെഡ് ടു ദി നേസൽ ബോൺ. ചിലപ്പോൾ ഈ നേസോലേബിയൽ ആ ഒരു ഫോൾഡിൻ്റെ അവിടെ ഒരു സ്പെയറിങ് ഉണ്ടാവും. സോ ഈ പേഷ്യൻ്റ് ഇതേ ഒരു സിംറ്റമായിട്ടാണ് വന്നത്. അപ്പോൾ വെറുതെ ചോദിച്ചു നോക്കിയപ്പോൾ ചെറിയ രീതിയിൽ സന്ധികളിൽ വേദനയുണ്ട്. കൂടാതെ പലപ്പോഴും ചില വായിൽ ചില വ്രണങ്ങൾ വരാം. ഈ കുട്ടിക്ക് മുടി കൊഴിച്ചലും ഉണ്ട്. സോ ഈ പറയുന്ന രോഗലക്ഷണങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന ലൂപ്പസ് തന്നെ ആണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളും ഇതൊക്കെ ഒന്ന് വിട്ടു നോക്കി. അപ്പോൾ യൂഷ്വലി ലൂപ്പസ് എന്ന അസുഖത്തിൽ നമ്മൾ യൂഷ്വലി സാധാരണ ബ്ലഡിലെ കൗണ്ട്, നമ്മൾ കിഡ്നി ലെവൽ, ലിവർ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കും. അതിനെന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോ. ചിലവർക്ക് ലൂപ്പസ് എന്ന അസുഖത്തിൽ ഈ സ്കിന്നിലും വായൽ അൾസേഴ്സും ജോയിൻസിലും സിംറ്റംസ് അല്ലാതെ ചിലപ്പോൾ നമ്മൾ ബ്ലഡ് സെൽ ലൈൻസിൽ ചിലർക്ക് കൗണ്ട് കുറയും, ചിലർക്ക് പ്ലേറ്റ്ലെറ്റ് കുറയാം. അങ്ങനത്തെ ചില സ്ഥിതിവിശേഷങ്ങളുണ്ടാവും. സോ അതിനാണ് നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ESR, CRP, ESR എന്ന് പറഞ്ഞ അളവ് ഭയങ്കര കൂടുതലായിരുന്നു. അതേപോലെ ANA ടെസ്റ്റ്, ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി ടെസ്റ്റ്, ഇതൊരു പ്രത്യേകതരം ടെസ്റ്റാണ്. ഈ കണക്റ്റീവ് ടിഷ്യൂ ഡിസീസ് ബ്രോഡ് സ്പെക്ട്രമായിട്ട് നമ്മൾ നോക്കിയാൽ കണക്റ്റീവ് ടിഷ്യൂ ഡിസീസ് കുറേ തരമുണ്ട്. അതിൽ ഒരു തരമാണ് ഈ ലൂപ്പസ്. സോ ഫോട്ടോ സെൻസിറ്റീവ് റാഷ് ഈ ഒരു ലൂപ്പസ് എന്ന് പറഞ്ഞ അസുഖത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ആൻറ്റിബോഡി പോസിറ്റീവാണ്. അപ്പോൾ ഒരു ഫർദർ സ്ക്രീനിങ് ഉണ്ട്. ANA പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേ തരം ആൻറ്റിബോഡീസ് ഉണ്ട്. അപ്പോൾ ഏത് തരം ആൻറ്റിബോഡീസ് അതിനനുസരിച്ചിട്ടാണ് ചിലപ്പോൾ ഓരോ ഓർഗൻസോ അല്ലെങ്കിൽ ഏത് സിസ്റ്റാണോ അത് ഇൻവോൾവ് ചെയ്യുന്നതും കാണും. അപ്പോൾ ഈ കുട്ടിക്ക് ഈ പറയുന്ന ലൂപ്പസ് എന്ന് പറഞ്ഞ അസുഖത്തിൻ്റെ തുടക്കമായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് അതിൻ്റെ മരുന്നുകളും അതിൻ്റെ രീതികളും വെച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ കാലക്രമേണ മരുന്നുകൾ കഴിക്കുമ്പോൾ സിംറ്റംസ് കുറയാൻ തുടങ്ങി. പോരാത്തതിന് പിന്നെ ലേറ്റർ ഓൺ നമ്മൾ ഈ പേഷ്യൻസിനോട് പറയേണ്ട ഒരു മുഖ്യമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെയിൽ കൊള്ളരുതെന്നാണ് പറയുന്നത്. ബിക്കോസ് വെയിൽ കൊള്ളുമ്പം ഈ സ്കിന്നിന് ഈ വെയിൽ തട്ടുമ്പോൾ ആൻറ്റിബോഡീസ് വീണ്ടും ഉണ്ടാവാനുള്ള ഒരു പ്രവണതയാണ്. ആൻറ്റിബോഡീസ് കൂടുതൽ ഉണ്ടാകുമ്പോൾ രോഗാവസ്ഥ കൂടും. സോ യൂഷ്വലി അൾട്രാ വയലറ്റ് റേസ് അങ്ങനത്തെ റേസ് കൊള്ളരുത്. യൂഷ്വലി എപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നാണ് നമ്മളിങ്ങനത്തെ പേഷ്യൻസിനോട് പറയും. സോ നമ്മൾ പ്രോപ്പർ കെയറും കറക്റ്റായിട്ടുള്ള മെഡിക്കേഷൻസ് എടുത്താൽ നമുക്ക് അസുഖത്തിന് വളരെ നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ പിന്നെയുള്ളത് നമ്മൾ ഈ ലൂപ്പസ് എന്ന് പറഞ്ഞ അസുഖം വരുമ്പോൾ നമ്മൾ വേറെ എന്തൊക്കെയാണ് നോക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ഈ സെൽ ലൈൻസും കിഡ്നി ലെവൽസൊക്കെ നോർമലാണ് നോക്കണം. സോ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഓർഗൻ ലൂപ്പസ് എഫക്റ്റ് ചെയ്യുന്നത് ലൂപ്പസിൽ നെഫ്രൈറ്റിസ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവാം, അതായത് കിഡ്നി ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും. സോ അത് നമ്മൾ ഒരു ഇനീഷ്യൽ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ഒരു യൂറിനിൽ പ്രോട്ടീൻ്റെ അംശം, യൂറിൻ പ്രോട്ടീൻ ലീക്കോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഒരു ബേസ് ലൈൻ ജസ്റ്റ് ഒരു യൂറിൻ റൂട്ടീൻ ടെസ്റ്റുകൾ ചെയ്ത് നോക്കും. നമ്മൾ ലിവറിൻ്റെയും കിഡ്നീൻ്റെയും കൗണ്ടിൻ്റെ ഈ ഒരു സ്ക്രീനിങ് ഇത്രയും മാത്രം ചെയ്ത് നോക്കും. സോ ഇതൊക്കെ നോർമലാണ്. ബേസ് ലൈനായിട്ടുള്ള ഹൈഡ്രോക്സിക്ലോറോക്വിൻ ഉള്ളത് ബേസ് ഡ്രഗാണ്. അത് യൂഷ്വലി എല്ലാ ലൂപ്പസ് പേഷ്യൻസിനും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒരു രോഗസ്ഥിതി, അവർക്ക് സന്ധിവേദന ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചിലപ്പോൾ ലോ ഡോസ് സ്റ്റിറോയിഡ് പോലെ ഇടേണ്ടി വരും. സോ ഓരോ ഓർഗൻ ഇൻവോൾവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇഫ് ദർ ഇസ് കിഡ്നി ഇൻവോൾവ് അതിനനുസരിച്ചുള്ള ചില വാദങ്ങൾ മരുന്നിടേണ്ടി വരും. ഈ ലൂപ്പസ് തന്നെ വളരെ മൈൽഡായിട്ട്, അതായത് ജസ്റ്റ് സ്കിൻ സിംറ്റംസും നമുക്ക് ഓറൽ സിംറ്റംസും ഹെയർ ഫോളും മാത്രമായിട്ട് ബാധിക്കുന്നവരുണ്ട്. അതേസമയത്ത് ഇതിൻ്റെ ഒരു എക്സ്ട്രീം സ്റ്റേജ് ഉണ്ട്. അതായത് കിഡ്നി ഇൻവോൾവ്മെൻറ്റ് വരും. ചിലവർക്കത് ഭയങ്കര ഫീവർ, വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടാക്കും. ചിലവർക്കത് നീർക്കെട്ടുണ്ടാക്കും, ഓർഗൻസിന് ചുറ്റും നീർക്കെട്ടുണ്ടാക്കും. സിറോസൈറ്റിസ് എന്ന് പറയും. അതായത് നമ്മൾ
ഹാർട്ടിന് ചുറ്റും നീരുണ്ടാവും, ലങ്സിൽ നീർക്കെട്ട് പോലെ വരാം, പേഷ്യൻസ് ആകുമ്പോൾ ചെസ്റ്റ് പെയിൻ വരും, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരും. സോ ഇതൊക്കെ നമ്മൾ യൂഷ്വലി ഒരു കാർഡിയക് ഇവാലുവേഷൻ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ അങ്ങനെ വരുമ്പോൾ ഈ പേഷ്യൻസിനൊക്കെ കുറച്ചും കൂടി ഹയർ ഡോസ് സ്റ്റിറോയിഡ്സ് എടുക്കേണ്ടി വരും പെട്ടെന്ന് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സോ അതിനനുസരിച്ചിട്ടുള്ള ചില വാദത്തിൻ്റെ ഹയർ വാദത്തിൻ്റെ മരുന്നുകൾ ഇടേണ്ടി വരും. സോ ലൂപ്പസ് വന്നു കഴിഞ്ഞാൽ ഈ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ട് നമ്മൾ അവഗണിക്കരുത്. അതിൻ്റേത് കറക്റ്റായി ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നമുക്കത് കുറച്ച് കൊണ്ടുവരുന്നിട്ട് ഏതൊരു വാദത്തിൻ്റെ അസുഖത്തിനെ പോലെ നമുക്ക് ചികിത്സിച്ച് സിംറ്റംസ് ഭേദമാക്കാൻ പറ്റും.